ഒരിക്കൽ ഒരു കാക്ക എന്ന് പറയുമ്പോൾ പഴയ മറ്റേ കൊച്ചു കൊച്ചു കല്ലുകൾ കൊത്തി കൊത്തി വെള്ളത്തിലിട്ട് വെള്ളം ഇങ്ങനെ വേഗം വേഗം പൊങ്ങി വന്ന് ദാഹം അകറ്റിയ ആ ബുദ്ധിമാനായ കാക്കയല്ല, ഇതൊരു ക്രൂരനായ കാക്കയാണ്, ക്രൂരൻ കാക്ക. അപ്പോൾ ഈ ക്രൂരൻ കാക്ക ഒരു ദിവസം അതിൻ്റെ കൊക്കിൽ ഒരു കടലയും ഇങ്ങനെ ഇറക്കി പിടിച്ചിങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു ഗോപുരത്തിന് മുകളിലൂടെ ഇങ്ങനെ പറന്ന് 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 പോവുകയായിരുന്നു. ഈ കടല പതുക്കെ ഇങ്ങനെ വിള്ളൽ വരാൻ തുടങ്ങി, കടലയ്ക്ക് ഇങ്ങനെ ഒരു സ്ക്രാച്ച് വരാൻ തുടങ്ങി. അത്രയ്ക്ക് വേദന. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, ദൈവമേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. കാക്കയാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഭക്ഷണമാണല്ലോ കിട്ടിയിരിക്കുന്നത്. കടല എന്ന് പറയുമ്പോൾ നല്ല പ്രോട്ടീനുള്ള സാധനം കൂടിയാണ്. ഈ കടലയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതുപോലെയാണ് ആ കാക്കയുടെ കൊക്കിൽ നിന്നും ഈ കടല വഴുതി താഴേക്ക് 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 ഇങ്ങനെ വീണു. കാക്ക വിട്ടില്ല, കാക്ക അതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പറന്നു. ഈ കടല നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന ആ വലിയ ഗോപുരത്തിൻ്റെ മതിലിൻ്റെ വിള്ളലിലുള്ള ചെറിയ വിടവിലെ ഒരു കുടിയിലേക്ക് പോയിട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്തു. കാക്ക വിട്ടില്ല, കാക്ക നേരെ ചെന്ന് ആ മതിലിൻ്റെ വിള്ളലിൻ്റെ ഇടയിലെ കൂടി ഇങ്ങനെ പതുക്കെ ആ കടല ഇങ്ങനെ കൊത്തിയെടുക്കാൻ വേണ്ടി കുറേ നോക്കി, എങ്ങനെ നടക്കുന്നില്ല. അങ്ങനെ ഒരുപാട് സമയത്തെ പ്രയത്നത്തിന് ശേഷം നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ ക്രൂരൻ കാക്ക വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പറന്ന് പോയി. കടല ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അതിനുശേഷം ആ ഗോപുരത്തെ വാനോളം പുകഴ്ത്തി. ആ ഗോപുരത്തിൻ്റെ രൂപത്തിനെയും ആകാരത്തിനെയും ആ മണിയെയും അതുപോലെ തന്നെ മതിലിനെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഇദ്ദേഹം ആ മതിലിനോട് പറഞ്ഞു, മതിലേട്ടാ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം എന്താ പ്രശ്നം, എന്താ? വേറൊന്നുമല്ല, ഞാൻ ആ കാക്കയുടെ കൊക്കിൽ അകപ്പെട്ടപ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു. എന്ത് പ്രതിജ്ഞ? താഴെ വീണ് കഴിഞ്ഞാൽ എവിടെയാണോ ഞാൻ പതിക്കുന്നത് അവിടെ ശിഷ്ടകാലം ജീവിച്ചു കൊള്ളാമെന്ന്. സത്യത്തിൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഉണങ്ങിയ ഇലകൾ പൊഴിഞ്ഞു വീണ ആ മണ്ണിൽ ശിഷ്ടകാലം കഴിയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ പ്രതിജ്ഞ ചെയ്തു പോയി. അതുകൊണ്ട് അങ്ങയുടെ ഈ വിടവിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ കുഴിയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ഈ കടല താഴ്മയോടുകൂടി നമ്മുടെ മതിലിനോട് പറഞ്ഞു. കടലയുടെ ഈ വാക്കുകൾ കേട്ട് നമ്മുടെ മതിലിൻ്റെ മനസ്സലിഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞു, നീ എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ കിടന്നു, നിനക്ക് ഞാൻ അഭയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കടല അവിടെ സുഖമായിട്ട് താമസിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വിള്ളലുണ്ടായ കടല രണ്ടായിട്ട് പിളർന്നു. നാളുകൾ പോയി, മഴയൊക്കെ ഈ കടല പതുക്കെ ഒരു ചെറിയ മുള പൊട്ടിയിട്ട് ചെറിയ ഒരു ചെടിയായിട്ട് വളരാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കടല വളർന്ന് ഒരു വലിയ എന്താ പറയുക, അതിൻ്റെ വേരുകളൊക്കെ ഈ മതിലിനെയൊക്കെ ഇങ്ങനെ കാർന്ന് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. അതിങ്ങനെ തഴച്ച് വളർന്ന് ഈ മതിലിൽ അതിൻ്റെ ആ ഗ്യാപ്പ് ഇങ്ങനെ വിള്ളലുകൾ ഇങ്ങനെ വന്ന് ഈ മതിൽ പൊട്ടി താഴേക്ക് വീണു. തകർന്നു വീണ മതിൽ താൻ സ്വയം വിളിച്ചു വരുത്തിയ നാശത്തെയോർത്ത് വിലപിച്ചുകൊണ്ടിരുന്നു. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. മറ്റൊരാളുടെ ദുരിതം നമ്മളെയും വീഴ്ത്തിയേക്കാം. കാരണം വികാരങ്ങൾ എന്ന് പറയുന്നത് രോഗം പോലെയാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് മുങ്ങിത്താഴാൻ പോകുന്ന ഒരാളെ മറ്റൊരാൾ കൈപിടിച്ച് കരകയറ്റുന്നതായിട്ടായിരിക്കാം. ചിലപ്പോൾ അത് അങ്ങനെ ആകണമെന്നില്ല. ഈ മതിലിനെ പോലെ അയാളും സ്വയം നാശം വിളിച്ചു വരുത്തുന്നതായിരിക്കും. ഹതഭാഗ്യർ ചിലപ്പോൾ സ്വയം നിർഭാഗ്യം കൊണ്ടുവരും എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് സന്തുഷ്ടരും അതുപോലെ തന്നെ ഭാഗ്യവാന്മാരുമായ ആളുകളുടെ കൂടെ സഹവസിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ വേറൊരു മാർഗം എന്ന് പറയുന്നത് ഈ ഹതഭാഗ്യരുടെ അനുകൂല വശങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു വലിയ പിശുക്കനാണ് എന്ന് വിചാരിക്കുക. നിങ്ങളെപ്പറ്റി അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, നിങ്ങൾക്ക് തന്നെയുണ്ട് ഞാനൊരു പിശുക്കനാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദാരമതികളുമായിട്ട് സഹവസിക്കുക. ഒരു പിശുക്കൻ ഉദാരമതികളുമായിട്ട് സഹവസിക്കാൻ ഒരുങ്ങുമ്പോൾ അയാളുടെ പിശുക്കൊക്കെ അല്പം മാറുകയും ചിന്താഗതിയൊക്കെ ഒന്ന് വികസിക്കുകയും അയാളുടെ ഒരു സ്വഭാവത്തിലൊക്കെ ഒരു അയവ് വരികയും ചെയ്യും. നിങ്ങളുടെ അതേ പോരായ്മകളുള്ള ആളുകളുമായിട്ട് സഹവസിക്കരുത് എന്നതാണ് ചുരുക്കം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.